ഓം നമ ശിവായ. മൈ ആസ്ട്രോവിനിന്റെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കുംഭമാസം വരാനിരിക്കുകയാണ്. അപ്പോൾ കുംഭമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളി മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് മഹാശിവരാത്രിയെ കുറിച്ചായിരിക്കും. ഈ 2026 മഹാശിവരാത്രിയിലെ ഗ്രഹങ്ങളുടെ ഒരു മഹാസംഗമം തന്നെയാണ് വരാനിരിക്കുന്നത്. ഇതുവഴി ഞാൻ പറയാൻ പോകുന്ന 4 രാശിക്കാർക്കുണ്ടല്ലോ, ഒരു ഭാഗ്യവർഷം തന്നെ തുടങ്ങാനായിട്ട് പോവുകയാണ്. മേടം, മിഥുനം, ധനു, മകരം. ഈ 4 രാശിക്കാരാണ് ആ ഭാഗ്യരാശികൾ. ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഭാഗ്യഫലം ലഭിക്കും. നമുക്ക് ആദ്യം മേടം രാശി വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. മേടം രാശിക്കാർക്ക് മഹാശിവരാത്രി ദിനത്തിൽ രൂപപ്പെടുന്ന ഈ പ്രത്യേക ഗ്രഹയോഗം ഉജ്ജ്വലമായ പോസിറ്റീവ് എനർജിയാണ് പകരുന്നത്. പുതിയ അവസരങ്ങൾ സ്വാഭാവികമായിട്ട് ജീവിതത്തിലേക്ക് എത്തിച്ചേരും. ഉത്സാഹത്തോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കരിയറിലും ബിസിനസ്സിലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളായിരിക്കും അനുഭവപ്പെടുക. ദീർഘകാലമായിട്ട് നീണ്ടു നിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നിൽക്കും. മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ വന്നു നിറയും. സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമാകും. എടുത്ത നിക്ഷേപ തീരുമാനങ്ങളൊക്കെ ലാഭകരമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അടുത്തത് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഈ കാലയളവിൽ സാമ്പത്തിക വളർച്ച അനുഭവപ്പെടാൻ ശക്തമായ സാധ്യതകളാണ് കാണുന്നത്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട ഗണ്യമായ നേട്ടങ്ങൾ ലഭിക്കാം. ആത്മവിശ്വാസം മുൻപത്തേക്കാൾ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുവഴി തൊഴിൽ മേഖലയിൽ പുരോഗതിയും വ്യക്തിത്വത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഭാഗ്യഘടകം നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. വിദേശത്ത് പഠിക്കണമെന്ന ദീർഘകാല സ്വപ്നമൊക്കെ സഫലമാകാനുള്ള അവസരവും കാണുന്നുണ്ട്. കല്യാണം കഴിക്കാത്തവർക്ക് അനുകൂലമായ വിവാഹ ആലോചനകൾ വരെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളില്ലാതെ നല്ല നില തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് മഹാശിവരാത്രി ദിനത്തിൽ രൂപപ്പെടുന്ന ഈ ഗ്രഹയോഗം ഉണ്ടല്ലോ, നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ശക്തിപ്പെടുത്തും. കാറ്, ബൈക്ക് തുടങ്ങിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഭൂമി വസ്തു വാങ്ങുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. സ്വർണം, വെള്ളി പോലുള്ള വിലയേറിയ ലോഹങ്ങളിൽ നിക്ഷേപം നടത്താൻ ഇത് വളരെ നല്ലൊരു സമയമായിരിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് മികച്ച ലാഭം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കും. സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ പിന്തുണയും സഹകരണവും ഒക്കെ ലഭിക്കും. കടം വായ്പ തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അവസാനമായിട്ട് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ദീർഘകാലമായിട്ട് നിശ്ചലമായി നിന്നിരുന്ന പദ്ധതികൾക്ക് ഇനി വേഗം കൈവരിക്കാനായിട്ട് സാധിക്കും. വാഹനമോ സ്വത്തോ സ്വന്തമാക്കുന്നതിനുള്ള അനുകൂല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ് മേഖലയിൽ വളർച്ചയുണ്ടാവുകയും കരിയറിൽ പുതിയ ഉയരങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കാൻ ആലോചിക്കുന്നവർക്ക് ഇത് ഏറെ അനുയോജ്യമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് പുരോഗതിയുടെ വ്യക്തമായ സൂചനകൾ തന്നെ അനുഭവപ്പെടും. ഓ നമ ശിവായ. മൈ ആസ്ട്രോവിനിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ശിവനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങിയതിൽ ഒരർത്ഥം കൂടിയുണ്ട്. ഇന്നത്തെ അധ്യായം ശിവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ശിവഭക്തന്മാരായിരിക്കും. പക്ഷേ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില 4 തെറ്റുകൾ ആവർത്തിക്കാറുണ്ട്. ഈ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരുന്നാൽ ശിവന്റെ പ്രീതി നിങ്ങളിലേക്ക് നേരിട്ടെത്തുകയും അതുവഴി നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന ശിവരാത്രി ദിനത്തിൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ദിനങ്ങളിൽ നിങ്ങൾ ഇനി പോയി കഴിഞ്ഞാൽ ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ നാശത്തിനായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അമ്പലത്തിൽ പോവുക, നിങ്ങളുടെ കാര്യം പറയുക, വരിക. മറ്റുള്ളവരുടെ ദോഷത്തിനായിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശിവക്ഷേത്രത്തിൽ നാം ഓരോ വഴിപാടുകൾ നേരുമല്ലോ. ആ നേർച്ചകൾ
അല്ലെങ്കിൽ വഴിപാടുകൾ ഒരു കാരണവശാലും പുറത്ത് പറയാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ആദ്യം നന്ദി പ്രതിഷ്ഠയിൽ 3 തവണ ഓം നമ ശിവായ എന്നിങ്ങനെ ചൊല്ലി നന്ദിയെ പ്രാർത്ഥിച്ചിട്ട് വേണം ശിവഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ സംശയത്തോടെ ഭഗവാനെ തൊഴാനായിട്ട് നിങ്ങൾ പോവാൻ പാടില്ല. ഇത് നടക്കുമോ എന്ന രീതിയിൽ അല്ല, ഇത് നടക്കും എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ഇതുവഴി നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായിട്ട് മാറും. ശിവപ്രീതി നിങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന കാര്യത്തിൽ ഞാൻ തീർച്ച പറയുകയാണ്. ഇന്നത്തെ കുഞ്ഞു അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.